വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി പാർലമെന്റ്. ലോക്സഭയ്ക്ക് പിന്നാലെ 95-നെതിരെ 128 വോട്ടുകൾക്കാണ് ബില്ല് രാജ്യസഭ പാസാക്കിയത്. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ലിന് രാജ്യസഭയിൽ അംഗീകാരമായത്. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളി. ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ തീരുമാനമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷമായിരുന്നു. ഒരുപക്ഷെ ഇത്രത്തോളം ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നീണ്ട ചർച്ചകളൊക്കെ തന്നെയും അത് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് വഴിമാറുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അങ്ങനെ പാസ്സാകുന്നു. അതൊരു ചരിത്ര നിമിഷമായി മാറുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർഭരണത്തിൽ ഇതൊരു പൊൻതൂവൽ കൂടിയല്ലേ? വിഷ്ണു, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നാണ് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയ നടപടി. 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ഘട്ടത്തിൽ ആദ്യമെടുത്ത ചില സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുന്നതായിരുന്നു. അത് 2019 ഓഗസ്റ്റ് 5-നാണ് നടപ്പാക്കിയത്. പിന്നീട് അതേ വർഷം ഡിസംബർ മാസത്തിലെ ശൈത്യകാല സമ്മേളനത്തിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത്. പിന്നീട് പല ചരിത്രപരമായ നീക്കങ്ങളും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ അധികാരമേറ്റതിന് ശേഷം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും വലിയ തോതിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ വഴിവെച്ചതുമൊക്കെ വഖഫ് ഭേദഗതി ബില്ലായിരുന്നു. എന്തായാലും ഈ സുപ്രധാനമായ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും കടന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഇതുമായി 2:15 ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പ് നടന്നത്. 128 അംഗങ്ങളുടെ പിന്തുണ ഈ ബില്ലിനുണ്ടായപ്പോൾ കേവലം 95 അംഗങ്ങൾ മാത്രം, ഇന്ത്യ സഖ്യത്തിൻ്റെ അംഗങ്ങൾ മാത്രമാണ് ഈ ബില്ലിനെ എതിർത്തത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിവിധ ഭേദഗതികൾ ഈ ബില്ലിൽ അവതരിപ്പിച്ചിരുന്നു. ജോൺ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ എ റഹീം, ശിവദാസൻ തുടങ്ങിയ ഇടതുപക്ഷത്തിൻ്റെ MLA-മാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ MP-യും ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ UDF-ൻ്റെയും പ്രതിനിധികൾ ഭേദഗതികൾ അവതരിപ്പിച്ചു. അതെല്ലാം ശബ്ദ വോട്ടോടെ തള്ളുകയും പിന്നീട് ഈ ബില്ലിന്മേൽ വോട്ടെടുപ്പും നടക്കുകയായിരുന്നു. ഏതാണ്ട് 12 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് രാജ്യസഭ വോട്ടെടുപ്പിലേക്ക് കടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. പിന്നീട് 12 മണിക്കൂർ നീണ്ടുനിന്ന ശക്തമായ ചർച്ച സഭയിൽ, ലോക്സഭയ്ക്ക് സമാനമായ രീതിയിലുള്ള ചർച്ച രാജ്യസഭയിലും കണ്ടു. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രിയിൽ ബിൽ പാസാക്കി. ഇന്ന് പുലർച്ചെ 4:02-നാണ് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് വീണ്ടും സഭ ചേരുകയാണ്. ഇന്നത്തോടുകൂടി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം അവസാനിക്കുന്നു. ഏതായാലും ഈ 2ാം ഘട്ട സമ്മേളനത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നായി ഈ ബില്ല് പാസ്സാക്കി എന്നത് തന്നെയാണ്. അതും അർദ്ധരാത്രിയിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഈ നിർണായകമായ ബില്ല് പാസ്സാക്കിയത്. ഇനിയും രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടി ഒപ്പിടുന്നതോടുകൂടി വഖഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരും. ഗൗതം, ഒപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം നിരവധി പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസ്സാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചരിത്ര നിമിഷത്തിൽ എടുത്തു പറയേണ്ടത് ഈ ഭാരതത്തിൽ നടന്നിട്ടുള്ള വഖഫിനെതിരായ പ്രതിഷേധങ്ങളെക്കുറിച്ചാണ്. വിവിധ ഇടങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ആ ഒരു പ്രക്ഷോഭം അലയടിച്ചു. ഒരുപക്ഷെ ആ പ്രക്ഷോഭങ്ങളുടെ ശക്തമായൊരു വിജയം കൂടിയല്ലേ ഈ ഒരു നിമിഷം? വിഷ്ണു, വഖഫ് നിയമം എന്നത് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, ഈ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ, പ്രത്യേകിച്ച് 1995-ലും നരസിംഹറാവുവിൻ്റെ കാലത്തുള്ള കോൺഗ്രസിൻ്റെ സർക്കാർ, പിന്നീട് 2013-ൽ മൻമോഹൻ സിംഗിൻ്റെ 2ാം UPA-യുടെ കാലഘട്ടം, ഈ 2 സർക്കാരുകൾ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഭേദഗതികളാണ് വഖഫ് ഭൂമി കുംഭകോണത്തിന് വഴിവെച്ചിട്ടുള്ളത്. ഈ നിയമത്തിലെ മുൻപുണ്ടായിരുന്ന നിയമത്തിലെ സെക്ഷൻ 40 അതിൽ തന്നെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏതൊരു ഭൂമിക്കുമേലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. പല രീതിയിലുള്ള വിവാദപരമായിട്ടുള്ള സെക്ഷനുകൾ ഈ വഖഫ് നിയമത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതിലേറ്റവും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത് ഏതൊരു ഭൂമിക്കുമേലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാം. നമ്മുടെ പാർലമെൻറ്റ് വരെ വഖഫ് ഭൂമിയാണെന്നുള്ള അവകാശവാദം നിലവിലുണ്ട്. മാത്രമല്ല, 1500 വർഷം പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ, ശ്രീകൃഷ്ണൻ്റെ രാജധാനിയായ ദ്വാരക, കർണാടകയിലേക്ക് ആയിരക്കണക്കിന് കൃഷിഭൂമി, ഇതിൻ്റെയൊക്കെ മേൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചത് ഈ സെക്ഷൻ 40 എന്ന നിയമവ്യവസ്ഥ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു.
നടന്നു. അതിനാൽ തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളായി നടന്നു വന്നു. മുനമ്പം അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് 600ഓളം ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് അവരുടെ ഭൂമി പോലും ഈ വഖഫിൻ്റെ അധിനിവേശം മൂലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെതിരെ വലിയ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാൻ രാജ്യത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ തയ്യാറായില്ല. കാരണം കോൺഗ്രസിൻ്റെ സർക്കാർ തന്നെയാണ് ഈ വഖഫിന് ഇത്തരം അമിതമായ അധികാരങ്ങൾ നൽകിയത്. അത് നരസിംഹറാവു ആണെങ്കിലും പിന്നീട് മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിലും മുൻപ് നെഹ്റുവിന്റെ കാലത്താണെങ്കിലും ഒക്കെ വഖഫിനെ കയറൂരിയിട്ടത് ഈ കോൺഗ്രസ് ആണ്. അത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പല നീക്കങ്ങളും അങ്ങനെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ കാലഘട്ടങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ വഖഫിനെ പിടിച്ചു കെട്ടുന്നതിനോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളോ വ്യവസ്ഥകളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതോടുകൂടി ഈ വിഷയം കൃത്യമായിട്ട് തന്നെ സർക്കാർ പഠിക്കുകയും കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കിരൺ റിജിജു തന്നെ അതിൻ്റെ ചില കണക്കുകൾ പറയുന്നുണ്ട്. ഡൽഹിയിൽ മാത്രം 123 പ്രോപ്പർട്ടിയാണ് UPA സർക്കാർ വഖഫ് ബോർഡിന് എഴുതി നൽകിയത്. ഏറ്റവും ഒടുവിൽ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വരെ തങ്ങളുടേതാണെന്ന് വഖഫ് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മഴക്കാല സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ്. പക്ഷേ അന്ന് ഈ വലിയ പ്രതിഷേധം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ ബില്ല് അയക്കുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രണ്ട് സഭകളും കടന്ന് ഇനിയും രാഷ്ട്രപതി ഭവനിലേക്ക് ഈ ബില്ല് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടി ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നതോടുകൂടി പുതിയ വഖഫ് നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരും. അതോടുകൂടി മുനമ്പത്ത് ഉൾപ്പെടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഭൂമി കൃത്യമായി തന്നെ തിരികെ ലഭിക്കും. നമ്മുടെ രാജ്യത്ത് ധാരാളം വഖഫ് അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെല്ലാം ഇരകളാക്കപ്പെട്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. മുസ്ലിം സമൂഹത്തിലെ തന്നെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഈ വഖഫിൻ്റെ അധിനിവേശത്തിന് ഇരകളായി അവർ പരാതിക്കാരായി ഇപ്പോഴും ജീവിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം തങ്ങളുടെ ഭൂമി തിരികെ ലഭിക്കുന്നതായ ഒരു ബില്ലാണ് പാർലമെന്റ് കടന്നിരിക്കുന്നത്. അതിനാൽ വലിയ ആവേശം നമുക്ക് രാജ്യത്ത് എല്ലായിടത്തും കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ വലിയ ആഹ്ലാദ പ്രകടനം നമ്മൾ പാർലമെന്റിന്റെ മുന്നിൽ കണ്ടിരുന്നു. അത് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് അതിന്റെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ എത്തിച്ചതാണ്. മധ്യപ്രദേശിലുമൊക്കെ ഇത്തരം പ്രകടനങ്ങൾ നടന്നിരുന്നു. കേരളത്തിലെ മുനമ്പത്ത് ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ബില്ല് പാസ്സാക്കുന്നത് അർദ്ധരാത്രിയിൽ 2 മണിക്ക് ശേഷവും മുനമ്പത്ത് ക്രിസ്ത്യൻ സഹോദരന്മാർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് രാജ്യത്തൊട്ടാകെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ പാർലമെന്റിന്റെ ഇരു സഭകളും കടന്നിരിക്കുന്നത്. ശരി, ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.